പ്രിയപ്പെട്ടവരെ, കഞ്ചാവിന് അടിമയായ മണ്ണാർക്കാട് സ്വദേശി ലഹരിയുടെ ലോകത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ്. 4 വർഷത്തെ തുടർച്ചയായ ലഹരി ഉപയോഗം മാനസിക നില തെറ്റിച്ചു. കഞ്ചാവിന്റെ ഉപയോഗം ജീവിതത്തെയും കുടുംബത്തെയും തകർത്തു. കഞ്ചാവ് ഉപയോഗിക്കുന്നവരെ കാത്തിരിക്കുന്നത് സൈക്കോസിസ് രോഗമാണെന്നും യുവാവ് പറയുന്നു. തുറന്നു പറയും, കേൾക്കാം. ജീവനെടുക്കുന്ന ലഹരിക്കെതിരെയുള്ള റിപ്പോർട്ടർ ടിവിയുടെ പരമ്പര തുടരുകയാണ്. 2 വർഷത്തോളം MDMA ഉപയോഗിച്ച് അതിനടിമയായി പിന്നീട് അതിൽ നിന്ന് മോചിതനായ നിസാമിൻ്റെ ജീവിതം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. സമാനമായ രീതിയിൽ 4 വർഷത്തോളം കഞ്ചാവ് ഉപയോഗിച്ചിരുന്ന ഒരു മണ്ണാർക്കാട് സ്വദേശിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരു ദുർബല നിമിഷത്തിൽ ലഹരിക്ക് അടിമയാവുകയും പിന്നീട് അതിനുശേഷം ഇപ്പോൾ ജീവിതം തിരിച്ചു പിടിച്ച് 8 വർഷത്തോളമായി ലഹരിയിൽ നിന്നും മോചിതനായി സുഖസുന്ദരമായ ഒരു ജീവിതം നയിക്കുന്ന യുവാവാണ്. എന്നാൽ ആ കാലത്തുണ്ടായ അനുഭവങ്ങൾ, ലഹരിക്ക് എത്തിപ്പെട്ടതടക്കമുള്ള അതിൻ്റെ വഴികളൊക്കെ തന്നെ നമ്മളോട് പങ്കുവെക്കുകയാണ്. എങ്ങനെയാണ് ഈ കഞ്ചാവിലേക്ക് എത്തുന്നത്? കഞ്ചാവിലേക്ക് എത്തുന്നത് ഞാൻ റിങ്സ് മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു കൂട്ടുകാരൻ വഴിയാണ് എനിക്ക് കഞ്ചാവ് കിട്ടിയത്. പിന്നെ ആദ്യം 1-2 ബീഡിക്കെതിരെ വലിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് അതിന് ശേഷം 3 ബീഡി, 4 ബീഡിയായി, 5 ബീഡിയായി, 6 ബീഡിയായി അങ്ങനെ കൂടാൻ തുടങ്ങി. 6 കഞ്ചാവ് ബീഡിയൊക്കെ ഒരു ദിവസം 6 ബീഡിയോളം വലിച്ചിരുന്നു. ഇല്ലാത്തൊരു അവസ്ഥ പറ്റാത്ത രീതിയിലായി പോയി. ഒരു ദിവസം കിട്ടാതാവും തോറും ടെൻഷൻ വരാൻ തുടങ്ങി. കഞ്ചാവ് എങ്ങനെ കിട്ടണം, എവിടെയെങ്കിലും പോയി കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കൾ വഴിയാണ് ഈ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങിയത്. സുഹൃത്തുക്കൾ മുഖേനയാണ് കഞ്ചാവിലോട്ട് എത്തിയത്. കഞ്ചാവിലോട്ട് കയറിയതിനു ശേഷമാണ് ജീവിതാകെ തകർന്നത്. ജോലിക്ക് പോയിരുന്നില്ല അപ്പോൾ ഈ സമയങ്ങളിൽ? കാരണം ഈ കഞ്ചാവ് മേടിക്കലൊക്കെ പൈസ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് തീർന്ന വരെ പിന്നെ ജോലിക്ക് പോകാതെ വലിച്ചുകൊണ്ടിരിക്കലായിരുന്നു. അപ്പൊ അങ്ങനെ ജോലിയിൽ കിട്ടുന്ന ശമ്പളം, ഒരുവിധ ശമ്പളം പകുതിയും മുക്കാലും വരെ കഞ്ചാവിനായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. സുലഭമായിട്ട് കഞ്ചാവ് വിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയങ്ങളൊക്കെ തന്നെ എല്ലാവരും. അതെ, നമുക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു കഞ്ചാവായിരുന്നു. ഞാനിപ്പോൾ 8 വർഷത്തോളമായി ലഹരിയില്ല, കള്ളില്ല, കഞ്ചാവില്ലാത്തൊരു പുതിയ ജീവിതം ജീവിക്കുന്നു. ഇപ്പൊ വലിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള, തീർച്ചയായിട്ടും കഞ്ചാവ് വലിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കോസ് പോലത്തെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കഞ്ചാവ് ഉപയോഗിച്ച് മാനസിക തന്നെ തെറ്റുന്ന ഒരവസ്ഥ. ഇത് എവിടുന്ന് കിട്ടും എന്നുള്ള ചിന്തയായിരിക്കും. അത് നമുക്ക് മനസ്സിനെ തന്നെ താളം തെറ്റിച്ചു കളയും. ഒരു 2 ദിവസം കിട്ടാതാകുമ്പോൾ പെട്ടെന്ന് തന്നെ മൈൻഡ് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ടെൻഷൻ ആകും. കഞ്ചാവ് മാത്രമല്ല, MDMA അടക്കമുള്ള പല സിന്തറ്റിക് ലഹരികളും ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ വർഷങ്ങളോളം കഞ്ചാവിന് തന്നെ അടിമയായിട്ടുള്ള ഒരാൾ തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ തന്നെ പങ്കുവെക്കുന്നത്. ഇനി ആരും അതിന് അടിമപ്പെടരുത് എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ആ പങ്കുവെക്കൽ. സ്ഥിരമായുള്ള നിങ്ങളുടെ കഞ്ചാവിൻ്റെ ഉപയോഗം പോലും നിങ്ങളെ മാനസികമായ നില തെറ്റിക്കുന്നതിലേക്കും മാരകമായ രോഗങ്ങളിലേക്കുമാണ് തള്ളിവിടുന്നത്. അങ്ങനെയെങ്കിൽ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നവരെ കാത്തിരിക്കുന്നത് അതിനേക്കാൾ ദുരന്തപൂർണമായ ജീവിതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തോരൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. അഷ്കർ അലി കരിമ്പ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. അഷ്കർ, നമ്മൾ ഇന്നലെ MDMA ഉപയോഗിച്ചയാളുടെ കാര്യങ്ങൾ പുറത്തുവിട്ടു. അയാളുടെ തുറന്നു പറച്ചിലുകൾ കേരളം കേട്ടു. ഇന്നിപ്പോൾ ഇതാ കഞ്ചാവ് ഉപയോഗിക്കുന്നത് കൊണ്ട് സൈക്കോസിസ് അടക്കമുള്ള അവസ്ഥയിലേക്ക് കടന്നുപോകും മനുഷ്യർ എന്ന ഞെട്ടിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഇയാളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്? അത്ര വേഗം അയാൾക്ക് കരകയറാൻ സാധിച്ചു? പലപ്പോഴും ഈ ഡീഅഡിക്ഷൻ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയാണ്. ഉപയോഗിച്ച് തുടങ്ങാതിരിക്കുക എന്നത് മാത്രമാണ് ഏക പോംവഴി, അല്ലേ അഷ്കർ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇയാൾക്ക് ഏകദേശം ആദ്യഘട്ടത്തിൽ മദ്യം മാത്രം ഉപയോഗിച്ചിരുന്ന ഒരാളായിരുന്നു ഈ യുവാവ്. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ആദ്യഘട്ടത്തിൽ 1 ബീഡിയാണ് ഇയാൾ ഒരു ദിവസം ഉപയോഗിച്ചിരുന്നത്. അതോടുകൂടി തന്നെ പിന്നീട് ആൾക്ക് മദ്യം തന്നെ വേണ്ടാതെ പിന്നീട് പൂർണ്ണമായും കഞ്ചാവിലേക്ക് അയാൾ മാറുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ 1 എന്നുള്ളത് 2 ആകുന്നു, 3 ആകുന്നു, 4 ആകുന്നു. അങ്ങനെ ഒരു ദിവസം തന്നെ 6 കഞ്ചാവ് ബീഡി വരെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ എത്തുന്നു. അങ്ങനെയാണ് അയാൾ പിന്നീട് ഇതിന് പൂർണ്ണമായും ഈ കഞ്ചാവിന് അടിമയായി മാറുന്നത്. 4 വർഷത്തോളം ഇയാൾ പൂർണ്ണമായും കഞ്ചാവിന് അടിമയായി ജീവിതം തള്ളി നിൽക്കുകയും ചെയ്തു. പിന്നീട് അയാളിപ്പോൾ ഡീഅഡിക്ഷൻ സെൻ്ററിലൂടെയൊക്കെയുള്ള കൃത്യമായ ചികിത്സയിലൂടെ, വർഷങ്ങൾ നീണ്ട ചികിത്സയിലൂടെയാണ് പൂർണ്ണമായ അയാൾ മോചിതനായി. ഇപ്പോൾ 5-8 വർഷമായി അയാൾ നല്ല സമാധാന കുടുംബജീവിതം നയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ അയാളുടെ അനുഭവം എന്ന് പറയുന്നത് അങ്ങേയറ്റം നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. അദ്ദേഹം മണ്ണാർക്കാട്ടുകാരനായ അയാൾക്ക് അയാളുടെ നാട്ടിലെ എല്ലായിടത്തും, മണ്ണാർക്കാടും പെരിന്തൽമണ്ണയും ഉൾപ്പെടെയുള്ള അതിനിടയ്ക്കുള്ള പ്രദേശങ്ങളിലൂടെയൊക്കെ തന്നെ വ്യാപകമായി തന്നെ നാട്ടിൽ സുലഭമായി തന്നെ തനിക്ക് കഞ്ചാവ് ലഭിച്ചിരുന്നു. അതിനുവേണ്ടി ഒരുപാട് അലയേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. അത്രത്തോളം നാട്ടിൽ കഞ്ചാവ് സുലഭമായിരുന്നു എന്നാണ് ഇയാൾ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി അത് ഉപയോഗിക്കുകയും ജോലിക്ക് പോരുന്നത് പോലും കഞ്ചാവിന് പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ആഴ്ചയിൽ 3-4 ദിവസം ജോലിക്ക് പോകും. ആ കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് മുഴുവൻ കഞ്ചാവ് വാങ്ങും. പിന്നീട് 3-4 ദിവസങ്ങൾ തുടർച്ചയായി കഞ്ചാവ് ഉപയോഗിക്കും. ആ പണം അവസാനിക്കുമ്പോൾ വീണ്ടും ജോലിക്ക് പോകും. അത്തരത്തിൽ ജീവിതം തന്നെ കഞ്ചാവിന് വേണ്ടി അടിമയാക്കപ്പെട്ട, മാറ്റിവെക്കപ്പെട്ട ഒരു മനുഷ്യരായിരുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളാണ് അയാൾ അനുഭവത്തിൽ തന്നെ വിളിച്ചതിൽ പറയുന്നത്.
സ്ഥിരമായി ഉപയോഗിക്കുന്നത് മൂലം ഒരു നേരം പോലും അത് കിട്ടാതായാൽ അങ്ങേയറ്റം ടെൻഷൻ അടിക്കുകയും മാനസിക തലം നെറ്റുകയും ചെയ്ത അവസ്ഥയിലേക്ക് എത്തി. സ്ഥിരമായ ഉപയോഗം പോലെ തന്നെ പിന്നീട് സൈക്കോസിസ് ബാധിതനായി ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്കാണ് ആ മനുഷ്യരെത്തിയത്. അങ്ങേയറ്റം ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് സ്ഥിരമായ ലഹരി ഉപയോഗം കൊണ്ട് എത്തപ്പെടുന്നു എന്നുള്ളതിൻ്റെ ദുരനുഭവമാണ് അയാളുടെ തന്നെ അനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്. മാത്രമല്ല, സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനായി, കുടുംബത്തിൽ വെറുക്കപ്പെട്ടവനായി, ആരോരുമില്ലാതെയായി ജീവിതം തന്നെ തകർന്നടിയുന്ന അവസ്ഥയിലേക്കാണ് ലഹരി ഉപയോഗിക്കുന്നതിൽ എത്തപ്പെടുന്നത് എന്നാണ് അനുഭവം കൊണ്ട് ഈ യുവാവും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഓരോ വെളിപ്പെടുത്തലുകളും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്കുള്ള വഴികാട്ടലുകളാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മാരകമായ വിപത്തിന് നിങ്ങൾ അടിമയായിത്തീരും. പിന്നെ രക്ഷപ്പെടൽ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. രക്ഷപ്പെട്ടവർ നിങ്ങളോട് തുറന്നു പറയുന്നത് കേൾക്കുക. വീണ്ടും, ഒരു കുടുംബത്തിൻ്റെ സ്വർഗത്തെ നശിപ്പിക്കാൻ ലഹരിയുടെ അല്പമെങ്കിലും ഉപയോഗിക്കുന്ന ഒരാൾ മതി എന്നർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു കാരണവശാലും ലഹരി ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കരുത്. ഒരു തമാശയ്ക്ക് എന്ന നിലയിലും ഒരു പാർട്ടിക്ക് എന്ന നിലയിലും ലഹരി ഉപയോഗിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ അധികാരികളോട് പറയുക. റിപ്പോർട്ടർ ടിവിയും അതിനെതിരെയുള്ള ശക്തമായ ക്യാമ്പയിനിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് റിപ്പോർട്ടർമാരോടും കാര്യങ്ങൾ അറിയിക്കാവുന്നതാണ്. നമ്മൾക്ക് എക്സൈസ് വകുപ്പിനോട്, നർക്കോട്ടിക്സ് വിഭാഗത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ബോധവൽക്കരണ ശ്രമത്തിന് റിപ്പോർട്ടർ ടിവിയും പങ്കാളിയാവുകയാണ്. നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനും അവരുടെ ജീവിതവും നശിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള തുറന്ന യുദ്ധത്തിലാണ് റിപ്പോർട്ടർ ടിവിയും. ഇനിയും എത്തും ഒരുപാട് വെളിപ്പെടുത്തലുകൾ. ഒരുപാട് ലഹരിയുടെ വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് റിപ്പോർട്ടർ ടിവിയുടെ വാർത്താ സംഘങ്ങൾ കടന്നു ചെല്ലുന്നുണ്ട്. ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. ജീവിതമാണ് ലഹരി, ജീവനെടുക്കുന്ന ലഹരി അരുത്.